കുട്ടി ഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതികൾ എങ്ങുമെത്താതെ ആർക്കും പ്രയോജനമില്ലാതെ മാറിയത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ചേളന്നൂരിൽ നിന്നാണ് ഒടുവിലത്തെ ഉദാഹരണം. പാവപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനായി കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ കാട് കയറി നശിക്കുകയാണ്. KM മാണി ധനമന്ത്രിയായിരിക്കെ ആരംഭിച്ച സാഫല്യം ഭവന പദ്ധതിയാണ് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത കൊണ്ട് നശിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനായി നിർമ്മിച്ചതാണ് ഈ ബഹുനില കെട്ടിടം. പദ്ധതി യാഥാർത്ഥ്യമായില്ല എന്ന് മാത്രമല്ല, ഈ കെട്ടിടം കൊണ്ട് നാട്ടുകാർക്കിപ്പോൾ സ്വസ്ഥതയും സമാധാനവും നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നു. രണ്ടര ഏക്കർ സ്ഥലത്ത് 66 ഫ്ളാറ്റുകൾ ഉൾപ്പെടുന്ന ബഹുനില കെട്ടിടം 2011 തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തിയിലൂടെ കെട്ടിടം ഈ വിധത്തിലായത് 2016. പിന്നീട് ഒന്നും നടന്നില്ല. അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാത്തതാണ് പദ്ധതി പാതിവഴിയിലാക്കിയതെന്ന് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ന്യായീകരിക്കുന്നു. നിർമ്മാണ ചുമതല മാത്രമാണ് തങ്ങൾക്കുള്ളതെന്നും വെള്ളം, വൈദ്യുതി, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് ഗ്രാമപഞ്ചായത്താണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നുമാണ് ഹൗസിംഗ് ബോർഡ് വിശദീകരിക്കുന്നത്. 2.72 കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം കാടുകയറിയും തുരുമ്പെടുത്തും ചിതലരിച്ചും നശിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരുടെയും മോഷ്ടാക്കളുടെയും താവളമായും ഇവിടം മാറി. പ്ലംബിംഗ് പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായിരുന്നു. എന്നാൽ പദ്ധതി വൈകിയതോടെ മോഷ്ടാക്കൾ ഇവിടം താവളമാക്കി. ബെല്ലുകൾ, സ്വിച്ച് ബോർഡുകൾ, എന്തിനേറെ പൈപ്പുകൾ തുറന്ന് വയറുകൾ പോലും മോഷ്ടാക്കൾ കടത്തിയിരിക്കുന്നു. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ആയിരക്കണക്കിന് വീടില്ലാത്ത ആളുകൾ ഒരു കയറിക്കിടക്കാൻ ഇടമില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് ഈ കെട്ടിടം വർഷങ്ങളായിട്ട് കാട് പിടിച്ച് ഇന്നത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്നെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ നാട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് റൂമുകളുടെ സൗകര്യമില്ലായും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ അന്ന് കുടിവെള്ളം എത്തിക്കാനുള്ള സൗകര്യക്കേടും മൊത്തത്തിൽ ഒരു അശാസ്ത്രീയമായ ഒരു നിർമ്മാണ രീതിയുടെ ഒരു ദുരന്തപത്രമാണ്. കൂടാതെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കെടുകാര്യസ്ഥത, മാറി മാറി വന്ന സർക്കാരുകളുടെ ഒരു കഴിവുകേടൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് തിരുത്താനുള്ള ഒരു നടപടി പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് മന്ത്രി കൂടിയായ AK ശശീന്ദ്രൻ, സ്ഥലം MLA കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭവന പദ്ധതി നടപ്പാക്കുന്നില്ലെങ്കിൽ കെട്ടിടം പൊളിച്ചുമാറ്റി ഹൗസിംഗ് ബോർഡ് ഭൂമി തിരിച്ചു തരണമെന്നാണ് ഭൂമി വിട്ടു നൽകിയവർ ആവശ്യപ്പെടുന്നത്. ഇനി ഇങ്ങനെ വന്നാൽ എവിടുന്ന് കുടിവെള്ളം കിട്ടുക എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടൊന്നും വലിയ ആദ്യം ഒരു ധാരണയില്ല. കോളനി ബിൽഡിംഗ് ആയിട്ടുണ്ടാക്കി ഹൗസിംഗ് ബോർഡിൽ കുറേ ഉദ്യോഗസ്ഥന്മാരും മറ്റും മറിച്ച് അതിൻ്റെ കൊള്ളലാഭം ഉണ്ടാക്കി. അതാണ് അതിൻ്റെ യഥാർത്ഥം. അപ്പോൾ എന്തായാലും അതൊരു വേണ്ടാത്ത പണിയാണ് അവരന്ന് ചെയ്തിട്ട്. ആ വേണ്ടാത്ത പണി ഇപ്പോൾ എത്രയോ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ നിർജ്ജീവമായി കിടക്കുന്ന ഒരു അവസ്ഥയിൽ വരുന്നത്. സർക്കാരിനോട് ആവശ്യപ്പെടെ ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കാമല്ലോ, ഒന്നുകിൽ പൊളിച്ച് മാറ്റണം, പൊളിച്ച് ബുൾഡോസർ ഒന്ന് നിരപ്പാക്കി കളണോ. ഏതായാലും ഇത്രത്തോളം ഒന്നില്ലേ, നഷ്ടമല്ലേ. കെട്ടിടം പഞ്ചായത്തിന് കൈമാറിയാൽ നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഹൗസിംഗ് ബോർഡിനെ സമീപിച്ചിട്ട് 8 മാസമായെങ്കിലും നടപടി ഉണ്ടായില്ല എന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ കെട്ടിടം വിട്ടു നൽകുന്നത് പരിഗണനയിൽ ഇല്ലെന്ന് ഹൗസിംഗ് ബോർഡ് വ്യക്തമാക്കി. പദ്ധതിയുടെ പൂർത്തീകരണത്തിന് 1.5 കോടി രൂപ കൂടി ആവശ്യമാണെന്നും അതിനായി സർക്കാരിന് എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് ഹൗസിംഗ് ബോർഡ് വിശദീകരിക്കുന്നത്. സ്വപ്ന പദ്ധതി എങ്ങനെ തകിടം മറിക്കാം എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇനിയും സമയമെടുത്താൽ നഷ്ടത്തിന്റെ തോത് വർദ്ധിക്കും. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട് നിന്ന് പ്രജ്വൽ സുരേഷിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. അങ്ങനെ കോടികൾ ചെലവിട്ട് ഒരു പദ്ധതി കൂടി കാട് കയറി നശിക്കുമ്പോൾ പൊതുജനങ്ങൾക്കും പ്രതികരിക്കാനുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. ഇതിന് അടിസ്ഥാനമായിട്ട് ഒരു വിജിലൻസ് കേസ് ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വിജിലൻസ് അന്വേഷണം നടക്കണം. എന്നാലേ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. ആരൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ വിജിലൻസ് കേസാണ്. പെട്ടെന്ന് പറഞ്ഞാൽ കഴിയില്ലല്ലോ. നിരവധി തവണ അധികൃതരുടെ മുമ്പിൽ ഇതിനെക്കുറിച്ചുള്ള പരാതികൾ ബോധിപ്പിച്ചിട്ടും ഇതിൻ്റെ കാര്യത്തിൽ വളരെ ഫലപ്രദമായി ഇടപെടുന്നതിന് നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥലം MLA ആയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് അധികൃതരോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതൊരു ദുഃഖസത്യമായി അവശേഷിക്കുകയാണ്. ഈ ഒരു കെട്ടിടം പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ചും നിരാലംബരായിട്ടുള്ള ഭവനരഹിതരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക്, ഒരു നേരം ഒരു കൂരയില്ലാത്ത ആളുകൾക്ക് ഒരു നേരം കയറി കിടക്കാനുള്ള ഒരു ആലയമായി ഈ ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് മാറാൻ വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് അധികൃത ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്കൊക്കെ നാട്ടുകാരെന്നുള്ള നിലയ്ക്കും മറ്റ് പൊതുപ്രവർത്തകരെന്നുള്ള നിലയ്ക്കും ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.
ഇത് വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6-6:30 മണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ ചീട്ടുകളി, പിന്നെ അങ്ങനത്തെ എന്താ പറയുന്നത്, നമുക്ക് ഒരു 2:30 മണി 3 മണിക്കൊക്കെ ഇവിടെ വാഹനങ്ങൾ വന്നിട്ട് ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ പരിസരം തന്നെ ആകെ ഒരു രൂക്ഷമായ ഒരു മലിനീകരണം, പിന്നെ സാമൂഹ്യ വിരുദ്ധർ വാറ്റുന്നത്, പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമായിട്ടാണ് ഇപ്പോൾ സാഫല്യം പദ്ധതിൻ്റെ ഈ ബിൽഡിംഗ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട്. റീന സതീശൻ പറയുന്നുണ്ട്, ഒരു വശത്ത് വീടില്ലാത്ത കുറേ പേർ കഷ്ടപ്പെടുമ്പോഴാണ് സംസ്ഥാനത്തെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ സർക്കാർ കെട്ടിടങ്ങൾ കാട് കയറി നശിക്കുന്നത്. ഇത് നമ്മുടെ നികുതി പണമല്ലേ എന്നുള്ള പ്രസക്തമായ ചോദ്യം ഉയരുന്നുണ്ട്.